ഇന്ന് മുത്തശ്ശി പറയാൻ പോകുന്നത് രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളൊരാളായ ദശരഥ മഹാരാജാവിനെ കുറിച്ചാണ്. ഇക്ഷ്വാകു വംശം അഥവാ സൂര്യവംശം എന്ന് ഖ്യാതി നേടിയ രാജവംശത്തിലാണ് ദശരഥൻ ജനിച്ചത്. ഈ സൂര്യവംശത്തിൽ അതിപ്രഗത്ഭരായ ഒരുപാട് രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്. ഹരിശ്ചന്ദ്രൻ, ദിലീപൻ, ഭഗീരഥൻ, രഘു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതിൽ രഘുവിൻ്റെ പുത്രനാണ് അജൻ. അജമഹാരാജാവിനും ഇന്ദുമതി റാണിക്കും കൂടി ആണ് ദശരഥൻ എന്ന പുത്രൻ ഉണ്ടായത്. ദശരഥൻ്റെ ആദ്യകാല നാമം നേമി എന്നായിരുന്നു. ഇനി നേമി എന്നുള്ള പേരെങ്ങനെ ദശരഥനായി എന്ന് വെച്ചാൽ അതിനൊരു കഥയുണ്ട്. പണ്ട് എന്ന് വെച്ചാൽ യുഗങ്ങൾക്ക് മുമ്പ് ഈ ദേവന്മാരും അസുരന്മാരും നിരന്തരമായിട്ട് യുദ്ധമാണ്. കുറേ നാൾ സമാധാനത്തോടെ ഇരിക്കും, വീണ്ടും യുദ്ധം തുടങ്ങും. ഇങ്ങനെ എപ്പോഴും യുദ്ധമാണ്. അങ്ങനെ യുദ്ധം ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ ഈ ദേവന്മാരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ സഹായത്തിനായി ഭൂമിയിൽ നിന്ന് പരാക്രമശാലികളായിട്ടുള്ള രാജാക്കന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ അവരൊക്കെ തിരികെ ഭൂമിയിലേക്ക് മടക്കി അയക്കുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ശംബരൻ എന്നുള്ളൊരു ഭയങ്കരനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഭയങ്കര ശക്തിശാലി മായാവിയൊക്കെയാണ്. അങ്ങനെയുള്ള ശംബരനുമായി യുദ്ധം ഉണ്ടായപ്പോൾ ദേവന്മാർ ഭൂമിയിൽ നിന്ന് ഈ നേമിയെ അങ്ങോട്ട് വിളിച്ചു സഹായത്തിന്. അപ്പം നേമി രഥത്തിൽ സ്വർഗത്തിൽ ചെല്ലുന്നു. എന്നിട്ട് യുദ്ധരംഗത്തെത്തുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശംബരന് മനസ്സിലായി ഇത് വന്നിരിക്കുന്നത് സാമാന്യക്കാരനൊന്നുമല്ല. അപ്പോൾ നേരെ ചൊവ്വയുള്ള നേരാവണ്ണമുള്ളൊരു യുദ്ധത്തിൽ കൂടെ ഈ ആളെ ജയിക്കാൻ പറ്റില്ല. അപ്പം ഈ ശംബരൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മായാവിദ്യ കാണിച്ചിട്ട് 10 ശരീരം എടുത്തു. 10 ശരീരം എടുത്തിട്ട് 10 ദിശകളിൽ ഇങ്ങനെ 10 ദിശകളിൽ, അതായത് പുറകിലും മുമ്പിലും സൈഡിലും ഒക്കെ ആയിട്ട് 10 നോക്കിയപ്പോൾ 10 ശംബരന്മാർ. പക്ഷെ നേമി പരാക്രമശാലി ആയതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ രഥത്തിൽ നിന്ന് അങ്ങോട്ട് കറങ്ങി ഈ 10 പേരെയും അസ്ത്രം തെറിച്ച് 10 മായാരൂപങ്ങളും അങ്ങോട്ട് മരിച്ചു. അതിൽ ഒരെണ്ണം മാത്രമേ ശരിക്കുള്ള രൂപം ഉണ്ടാവുള്ളൂ. അയാളടക്കം ആ 10 പേരെയും അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അതോടുകൂടി ദേവന്മാർ ജയിച്ചു. അവർ ആഹ്ലാദത്തോടുകൂടി നേമിയെ അഭിനന്ദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നേമി ഇന്നു മുതൽ താങ്കൾ ദശരഥൻ എന്നറിയപ്പെടും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് നേമിക്ക് ദശരഥൻ എന്നുള്ള പേര് വരുന്നത്. ദശരഥന് 3 പത്നിമാരുണ്ട്: കൗസല്യാദേവി, കൈകേയി, സുമിത്ര. ഈ 3 രാജ്ഞിമാരുണ്ടായിട്ടും പുത്രന്മാരില്ല. ഒരു പുത്രി ഉണ്ടായി. കൗസല്യാദേവി ഒരു പുത്രിയെ പ്രസവിച്ചിട്ടുണ്ട്, ശാന്ത എന്ന് പറഞ്ഞിട്ട്. അത് വളരെ കാലം മുമ്പാണ്. ശാന്തയെ അന്ന് തന്നെ ജനിച്ച് അധികം ആവുന്നതിന് മുമ്പ് തന്നെ ദശരഥൻ്റെ സുഹൃത്തായ അംഗരാജനായ ലോമപാദൻ എന്ന മഹാരാജാവിന് ദത്ത് നൽകിയിട്ടുണ്ട്. ലോമപാദൻ ശാന്തയെ ഋഷ്യശൃംഗൻ എന്ന മഹർഷിക്ക് വിവാഹവും ചെയ്തു കൊടുത്തു. അപ്പോൾ ഇവിടെ ദശരഥൻ ഏതാണ്ട് ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും പുത്രനുണ്ടായില്ല. അപ്പോൾ അന്നത്തെ ഈ യുഗങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു വിശ്വാസ പ്രമാണം അനുസരിച്ച് പുത്രൻ ഉണ്ടായില്ലെങ്കിൽ 2-3 പ്രശ്നങ്ങളാണ്. ഒന്ന്, തനിക്ക് ശേഷം രാജ്യം ഭരിക്കാൻ ആളില്ല. പിന്നെ വംശം നിലനിൽക്കാൻ ആൾ വേണം, അല്ലെങ്കിൽ വംശം കുറ്റിയേറ്റ് പോവും. ഇനി 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മരിച്ചതിന് ശേഷം നമുക്കൊരു സ്വർഗം നരകം എന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ പും എന്ന് പറഞ്ഞിട്ടൊരു നരകമുണ്ട്. പും അഥവാ പുത്ത്. ഈ നരകം ത്രാണനം ചെയ്തിട്ട് വേണം സ്വർഗത്തിലേക്ക് കയറാൻ. അപ്പോൾ ഈ പും അഥവാ പുത്ത് എന്നുള്ള നരകം ത്രാണനം ചെയ്യണമെങ്കിൽ പുത്രൻ വേണം. അങ്ങനെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പുത്രൻ ഉണ്ടാവാതെ വന്നപ്പോൾ ഇത്തരം വേവലാതികളൊക്കെ ദശരഥൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അപ്പോൾ കുലഗുരുവായ വസിഷ്ഠൻ പറയും, മഹാരാജാവേ, ഇനി നമുക്കൊരു മാർഗ്ഗമേ ഉള്ളൂ. അത് പുത്രകാമേഷ്ടി യാഗമാണ്. തീർച്ചയായിട്ടും ആ യാഗം ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് പുത്രന്മാരുണ്ടാവും എന്ന് പറയണു. അതനുസരിച്ച് ഇപ്പോൾ ആര് ചെയ്യും? പുരോഹിതനായിട്ട് ആര് ചെയ്യും? ആരാ സംശയമൊന്നും വേണ്ട, അങ്ങയുടെ പുത്രി ഭർത്താവായ അങ്ങയുടെ ജാമാതാവായ ഋഷ്യശൃംഗൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഋഷ്യശൃംഗനെയും ശാന്തയെയും വിളിച്ചു വരുത്തി. അങ്ങനെ അവർ അയോധ്യയിലെത്തി. യാഗത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. പന്തലൊക്കെ ഇട്ടു, തോരണങ്ങളൊക്കെ തൂക്കി, ഹോമകുണ്ടമൊക്കെ തയ്യാറായി, മറ്റ് ദ്രവ്യങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തു. പിന്നെ സഹായിക്കാൻ പരികർമ്മികൾ, അതും അനുഷ്ഠിക്കുന്ന മഹർഷിമാരാണ്, അവരെല്ലാവരും വന്നു. അങ്ങനെ യാഗം തുടങ്ങി മന്ത്രമുഖരിതമായി യാഗശാലയും അയോധ്യയിലാകെ മന്ത്രം മുഴങ്ങാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുത്രകാമ മന്ത്രം എന്നൊരു മന്ത്രം ജപിച്ചുകൊണ്ട് ഈ ഋഷ്യശൃംഗൻ ഈ യാഗാഗ്നിയിലേക്ക് ആഹൂതി ചെയ്യുക എന്നാണ് പറയുക, ഇങ്ങനെ സമർപ്പിക്കണതിന്. അത് കഴിഞ്ഞ് ഒരു നിമിഷം കഴിയണതിനകം ആ അഗ്നിയിൽ നിന്ന് അതിതേജസ്വിയായ ഒരു രൂപം ഉയർന്നു വന്നു. ആ രൂപത്തിൻ്റെ കയ്യിലൊരു സ്വർണ്ണപാത്രം, ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ദിവ്യമായ ഒരു പായസമുണ്ട്.
രൂപം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ തന്നെ ആ പായസം ഋഷ്യശൃംഗ മഹർഷിയെ ഏൽപ്പിച്ചിട്ട് വന്ന വഴി അഗ്നിയിൽ തന്നെ അന്തർദാനം ചെയ്തു. ഋഷ്യശൃംഗ മഹർഷി ആ പായസം എടുത്ത് മന്ത്രജപത്തോടുകൂടി മഹാരാജാവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് പത്നിമാർക്ക് പകുത്തു നൽകൂ, അവർ അജിരേണ പ്രസവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആവേശത്തിൽ ദശരഥൻ പായസം രണ്ടായി പകുത്ത്, ഒരു പങ്ക് കൗസല്യയ്ക്കും ഒരു പങ്ക് കൈകേയിക്കും നൽകി. സുമിത്രയുടെ കാര്യം മറന്നുപോയി. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നുവെച്ചാൽ കൗസല്യയും കൈകേയും സുമിത്രയും വളരെ അടുത്ത സ്നേഹിതകളാണ്. അപ്പോൾ കൗസല്യ തനിക്ക് കിട്ടിയ പങ്കിൽ നിന്ന് ഒരു പാതി സുമിത്രയ്ക്ക് കൊടുത്തു. കൈകേയി തനിക്ക് കിട്ടിയ പങ്കിൽ നിന്നൊരു പാതി കൈകേയും സുമിത്രയ്ക്ക് കൊടുത്തു. അങ്ങനെ സുമിത്രയ്ക്ക് 2 പങ്കായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ടു. 3 മഹാറാണിമാരും ഗർഭവതികളാണെന്ന് ഉറപ്പായി. അതോടുകൂടി അവരുടെ സൗന്ദര്യം അങ്ങോട്ട് ഇരട്ടിച്ചു. കവളുകളൊക്കെ ചുമന്നു തുടുത്തു. അവർക്ക് ചുറ്റും ഒരു പ്രഭാവനയൊക്കെ കാണപ്പെട്ടു. എന്തുകൊണ്ടാണെന്നാൽ കൗസല്യയുടെ ഉദരത്തിൽ കിടക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. പിന്നെ കൈകേയിയുടെ ഉദരത്തിൽ കിടക്കുന്നത് മഹാവിഷ്ണു കയ്യിലേന്തുന്ന സുദർശന ചക്രത്തിൻ്റെ അവതാരമാണ്. പിന്നെ സുമിത്രയുടെ ഉദരത്തിൽ 2 കുട്ടികളുണ്ട്. അതിലൊരാൾ സാക്ഷാൽ അനന്തൻ, മഹാവിഷ്ണു ശയിക്കുന്ന അനന്തനെ അറിയാമല്ലോ, അനന്തൻ്റെ അവതാരം. മറ്റേ ആൾ മഹാവിഷ്ണു കയ്യിലേന്തുന്ന ശംഖിൻ്റെ അവതാരമാണ്. അങ്ങനെ അവരിങ്ങനെ സൗന്ദര്യവതികളായി കാണപ്പെട്ടു. മാസം തികഞ്ഞപ്പോൾ ആദ്യം ചൈത്രമാസത്തിലെ പുണർദം നക്ഷത്രത്തിൽ കൗസല്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. കുറച്ച് കഴിഞ്ഞ് പൂയം നക്ഷത്രം ഉദിച്ചപ്പോൾ കൈകേയി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. കുറച്ച് കഴിഞ്ഞ് ആയില്യം നക്ഷത്രം ഉദിച്ചപ്പോൾ ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നു സുമിത്രയുടെ ഉദരത്തിൽ നിന്ന്. അങ്ങനെ ഒരു പുത്രനെ മോഹിച്ച ദശരഥന് 4 പുത്രന്മാരെ കിട്ടി. കൗസല്യയുടെ പുത്രന് രാമനെന്നും കൈകേയിയുടെ പുത്രന് ഭരതനെന്നും സുമിത്രയുടെ പുത്രന്മാർക്ക് ലക്ഷ്മണനെന്നും ശത്രുഘ്നെന്നും നാമകരണം നടത്തി. അങ്ങനെ ആ കുമാരന്മാർ ദശരഥനെയും അമ്മമാരെയും ഭാര്യമാരെയും നാട്ടുകാരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അയോധ്യയിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. ഇന്നത്തെ കഥ നമുക്ക് ഇവിടെ സമാപിക്കാം.